So hello guys, welcome to TinkerHub MES. So in this section I learn from home PHP ആണ്. So നമുക്ക് തുടങ്ങാം. 78.9% of എല്ലാ വെബ്സൈറ്റും PHP ആണ് യൂസ് ചെയ്യുന്നത്. It's more like one of the oldest server side language. പിന്നെ അഡ്വാൻറ്റേജ് ഓഫ് PHP ഓപ്പൺ സോഴ്സ് ആണ്, പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്, സിമ്പിൾ ആൻഡ് ഈസി ആണ്. സോ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും PHP വർക്കാവും. ലൈക്ക് മാക്, വിൻഡോസ്, ലിനക്സ് ഏതായാലും PHP ഓക്കെ ആയിട്ട് വർക്കാവും. ആൻഡ് സിമ്പിൾ ആൻഡ് ഈസി, നിങ്ങൾക്ക് PHP പഠിക്കാൻ കുറച്ചും കൂടി സിമ്പിൾ ആൻഡ് ഈസിയാണ് പഠിക്കാൻ. ഇഫ് യു ആർ ലൈക്ക് ടോട്ടൽ ബിഗിനർ ആണെങ്കിൽ PHP വൺ ഓഫ് ദ ബെസ്റ്റ് ലാംഗ്വേജ് നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ട്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെർ നോട്ട് ടു യൂസ് PHP. സോ എവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നില്ല സെർവർ സൈഡ് ലാംഗ്വേജ് എല്ലാ സെർവർ സൈഡ് ലാംഗ്വേജ് ഉപയോഗിക്കണമല്ല. ബട്ട് എന്നാൽ പോലും ദർ ഈസ്. സോ ഇഫ് യു ലൈക്ക് നിങ്ങളൊരു വലിയൊരു സെർവർ സൈഡ് ഉണ്ടാക്കുകയാണ്, ലൈക്ക് റിയലി കോംപ്ലക്സ് ആയിട്ട്. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊബറോ അല്ലെങ്കിൽ സ്വിഗ്ഗിയോ അല്ലെങ്കിൽ അതേപോലെ എനി അതർ തിങ് ലൈക്ക് ഫ്ലിപ്കാർട്ട്, അതേപോലെ ഏതെങ്കിലും ഒരു സെർവർ ഉണ്ടാക്കാൻ പോകുകയെങ്കിലും അതിൽ ചില കുറേ കോംപ്ലക്സ് ആയ ടാസ്ക് നമ്മൾ ഹാൻഡിൽ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ മാനേജ് ചെയ്യാനുണ്ട്. സോ ആ ഒരു സെക്ഷനിൽ വരുമ്പോൾ PHP യൂസ് ചെയ്യുന്നത് അത്രയും നല്ല എഫിഷ്യൻ്റ് ആയിരിക്കില്ല. നമ്മൾ അങ്ങനെ വലിയൊരു സെർവർ ഉണ്ടാക്കാൻ പോകുമ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈക്ക് പുതിയ ഫ്രെയിം വർക്ക്സ് ഒക്കെ ആയിരിക്കുള്ളൂ. ലൈക്ക് Node.js, പൈത്തൺ ഡിജാങ്കോ ഇതൊക്കെയായിരിക്കും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രിഫർ ചെയ്യുന്നത്. സോ നമുക്കപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ തുടങ്ങും, എവിടെ നമുക്ക് PHP ഉപയോഗിക്കാം. സോ നമുക്ക് PHP ഉപയോഗിക്കുന്ന സ്പേസസ് ഉണ്ട്. നമുക്കൊരു ഇപ്പോൾ ജസ്റ്റ് തിങ്ക് ദാറ്റ് നിങ്ങൾക്കൊരു ക്ലയൻ്റ് ഉണ്ട്, ക്ലയൻ്റ് ഒരു ഷോപ്പ് ആപ്പാണ് ഉണ്ടാക്കേണ്ടത്, ബ്യൂട്ടിഫുൾ ഷോപ്പ് ആപ്പ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടുതലും നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണത് അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലയൻറ്റ് നോക്കുന്നത് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ UI ആയിരിക്കുള്ളൂ. how your website UI is looking, animation like that, all the steps. So ആ ഒരു സ്റ്റേറ്റിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾ UI-ലേക്ക് കോൺസെൻട്രേറ്റ് ലൈക്ക് ദാറ്റ് HTML, CSS ആൻഡ് JavaScript ലൈക്ക് ദോസ് തിങ്സ്. സോ ആ ഒരു സ്റ്റേറ്റിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ചില നേരത്ത് PHP ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഒരു സെർവർ സൈഡ് വേണ്ടി വരും. അത് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോപ്പ് ആപ്പ്, ആ ഷോപ്പ് ആപ്പിൻ്റെ ലാസ്റ്റ് എൻഡിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില വെബ്സൈറ്റ്സിലുണ്ട് ഒരു കോണ്ടാക്ട് ഫോം. കോണ്ടാക്ട് ഫോമിൽ നിങ്ങൾക്ക് ലൈക്ക് നെയിം, ഇമെയിൽ ID ആൻഡ് ബ്രീഫ് നോട്ട് ഓർ റേറ്റിംഗ് എനിത്തിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് PHP ഉപയോഗിക്കാം. അവിടെ ചെറിയൊരു ഫോം ഹാൻഡ്ലിങ് മാത്രമേ നമുക്ക് ചെയ്യേണ്ടത്. ആൻഡ് ആ ഫോം സേവ് ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലയൻറ്റിൻ്റെ ഒരു ഡാഷ്ബോർഡിൽ ജസ്റ്റ് വ്യൂ ചെയ്യുക. സോ അത് ഭയങ്കര സിമ്പിളായ ഒരു ടാസ്ക്കാണ്. അപ്പോൾ അങ്ങനത്തെ സിമ്പിൾ ടാസ്ക് ഹാൻഡിൽ ചെയ്യാൻ PHP ബെസ്റ്റാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫ്രെയിം വർക്ക്സും സപ്പോർട്ട് ചെയ്യില്ല എന്നല്ല. ലൈക്ക് നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് ചെയ്യാം, ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറീസ് ഉണ്ട്, റിയാക്ട്, വ്യൂ, ആംഗുലർ, ഓൾ ദോസ് സ്റ്റെപ്സ്. സോ അതിൽ നിങ്ങൾ ചെയ്യാൻ പോകണമെങ്കിൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് അത്രയും ചെറിയ ടാസ്കിന് നമ്മൾ പോയി കൈയിടാറില്ല അതുമ്പോൾ. ആൻഡ് നോഡ് ടെംപ്ലേറ്റ്സ് എന്ന സാധനങ്ങളുണ്ട്. സോ അതിൽ നമ്മൾ ഇത്രയും ചെറിയ ടാസ്ക് നമ്മൾ ഹാൻഡിൽ ചെയ്യാറില്ല. ചെയ്യാൻ പറ്റില്ല എന്നല്ല, നമ്മൾ ചെയ്യാറില്ല. അതിന് സെറ്റ് ചെയ്യാൻ കുറച്ച് ടൈമും കുറച്ച് വർക്ക് എഫേർട്സ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അധികമായിട്ട് ഇങ്ങനെ ചെറിയ ടാസ്കുമ്പോൾ നമ്മൾ അതിൽ പ്രയോറിറ്റൈസ് ചെയ്യാറില്ല. ഓക്കെ, സോ സം ഫ്രെയിം വർക്ക്സ് ഇൻ PHP, ലാറാവൽ, സിംഫണി, കേക്ക്, PHP ഇതൊക്കെയാണ് നമ്മൾ. ജസ്റ്റ് നോട്ട് ലൈക്ക് ഇത് മാത്രമല്ല ഫ്രെയിം വർക്ക്സ് എന്നല്ല, ഇത് ജസ്റ്റ് ടോപ്പ് 3, വൺ ഓഫ് ദ ടോപ്പ് 3 ഫ്രെയിം വർക്ക്സ് ആണെന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് PHP പഠിച്ചു, നിങ്ങൾക്ക് ഇഷ്ടമായി, നിങ്ങൾക്ക് ഫർദർ അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലേൺ എനി ഓഫ് ദിസ്. ലൈക്ക് മൂന്നും പഠിക്കണമെന്നില്ല. ലൈക്ക് ലാറാവലാണ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് പല കമ്പനിക്കാരും ഞാൻ കണ്ടിരിക്കുന്നത് വെച്ച്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ഡെവലപ്പർ യൂസ് ദോസ് തിങ്സ്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരു ഫ്രെയിം വർക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് പഠിക്കാം, ആൻഡ് യു ക്യാൻ ബി ആൻ എക്സ്പേർട്ട് ഇൻ ദിസ്. ഓക്കെ, സോ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ബ്രീഫല്ല, ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് നോക്കാം PHPൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആൻഡ് നമുക്ക് ഇത് നമ്മുടെ കമ്പ്യൂട്ടറാണ്. യു ക്യാൻ തിങ്ക് ഓഫ് ലൈക്ക്
നിങ്ങളുടെ മൊബൈൽ ഡിവൈസോ എനിത്തിങ് ലൈക്ക് നിങ്ങൾ ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന എന്ത് ഡിവൈസ് ആണെങ്കിലും ടാബ് ഐപാഡ് എനിത്തിങ് അതാണ് നമ്മുടെ ഈ ഒരു ബോക്സ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിരിക്കുന്ന ബോക്സ്. ആൻഡ് നമുക്ക് ഇൻ്റർനെറ്റായിട്ട് കണക്ടിവിറ്റി ഉണ്ട്. ആൻഡ് ലൈക്ക് google.com facebook.com എന്നാൽ നമ്മൾ അടിക്കുമ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഇപ്പോൾ facebook.com ആണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ സെർവറായിട്ട് ലിങ്ക് ആവും. ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ സെർവറിലായിട്ട് നമുക്കൊരു ലിങ്ക് കിട്ടും. ആൻഡ് ജസ്റ്റ് തിങ്ക് ദാറ്റ് ഇൻസ്റ്റാഗ്രാം PHP യിലല്ല വർക്ക് ചെയ്യുന്നത്. ജസ്റ്റ് തിങ്ക് ദാറ്റ് ഇൻസ്റ്റാഗ്രാം PHP യിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ആ ഒരു കേസിൽ വരുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നത് ഈ ഒരു അപ്പാച്ചി സെർവർ സാധനമുണ്ട്, അപ്പാച്ചി ദി ബോക്സ്. ആൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പാച്ചി വെബ് സെർവേഴ്സ്. ആ സാധനമാണ് ഈ അപ്പാച്ചി എന്ന സാധനം. ദിസ് തിങ് ദാറ്റ് കൺട്രോൾ എവറിത്തിങ്. ഓക്കെ, സോ നമ്മൾ അപ്പാച്ചി കയറി കഴിയുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് instagram.com എന്നല്ലേ, അപ്പോൾ അത് നിങ്ങളുടെ ഇൻഡെക്സ് ഫയലായിരിക്കും നിങ്ങൾ കാണിക്കാൻ പോകണം. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്താണ് ഇൻഡെക്സ് ഫയൽ ലൈക്ക് ദാറ്റ്. നമുക്കത് ബ്രോഡായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ലൈക്ക് ഇൻ ദ കോഴ്സ് നിങ്ങൾ ആക്ച്വൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ. സോ നമുക്ക് ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി, ജസ്റ്റ് സിമ്പിളായിട്ട്. അപ്പം ഫസ്റ്റ് തന്നെ നമ്മുടെ ഫയൽ സിസ്റ്റം ഉണ്ട്. ഫയൽ സിസ്റ്റത്തിലാണ് നമ്മുടെ എല്ലാ ഫയലുകളും, നമ്മൾ കോഡ് എഴുതിക്കുന്ന എല്ലാ ഫയലും, ഇമേജ് ഫയൽ, ഇതൊക്കെ നമ്മൾ ഫയൽ സിസ്റ്റത്തിലായിരിക്കും സെർവറിൽ സേവ് ചെയ്യുന്നത്. സോ നമ്മുടെ ഫയൽ സിസ്റ്റത്തിൽ പോവും. ആൻഡ് ആ ഫയൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫസ്റ്റ് വരുമ്പോൾ ലൈക്ക് ഒന്നിലെ ലോഗിൻ പേജ് അല്ലെങ്കിൽ ഹോം പേജ്. അപ്പോൾ അതൊക്കെ ഇപ്പം ഞാൻ ഒരു ആലോചിക്കാൻ വേണ്ടി നമുക്ക് ഹോം പേജ്, നമ്മുടെ ന്യൂസ് ഫീഡ്സ് ഒക്കെ കാണൂലേ, ആ പേജായിട്ട് നിങ്ങൾ വിചാരിച്ചാൽ മതി. ആ പേജ് നിങ്ങൾക്ക് ഈ സെർവർ ഫയൽ സിസ്റ്റത്തിൽ പോയിട്ട് അതിൻ്റെ കോഡ് എടുത്തുകൊണ്ട് വരും, അപ്പാച്ചിയിൽ എടുത്തുകൊണ്ട് വരും. അപ്പോൾ നമുക്ക് കോഡ് എടുത്തുകൊണ്ട് വരുമ്പോൾ അതിൽ കുറച്ച് PHP കോഡ് ഉണ്ടാവും. ആ PHP കോഡ് വെച്ചിട്ടായിരിക്കും നമ്മുടെ പിന്നെ ഡാറ്റയൊക്കെ അവിടെ മാനേജ് ചെയ്യണതും കളക്ട് ചെയ്യണതും അതൊക്കെ നടത്തുന്നത്. സോ ഈ PHP കോഡ് ഫയലിലുണ്ടാവില്ല. അപ്പോൾ ഈ PHP കോഡ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമല്ലോ. സോ അപ്പാച്ചിന് ഒരു ഇതാണ് പ്ലഗിൻ, ഇറ്റ്സ് മോർ ലൈക്ക് എ പ്ലഗിൻ. അപ്പാച്ചിന് ആ PHP കോഡ് ഈ പ്ലഗിൻ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ സിസ്റ്റത്തിലുള്ള എല്ലാ PHP കോഡ് ഉണ്ടല്ലോ അത് റൺ ചെയ്യും. ആൻഡ് നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ന്യൂസ് ഫീഡ്സ് ആകുമ്പോൾ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് പുതിയ ഒരു പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ പോസ്റ്റ് ആക്ച്വലി സേവ് ചെയ്യുന്നത് സെർവറിൻ്റെ ഒരു ഡാറ്റാ ബേസിലേക്ക് ആയിക്കോളൂ. ആ ഡാറ്റാ ബേസാണ് നമ്മുടെ ഈ SQL ഡാറ്റാബേസ്. സോ നമ്മൾ യൂസ് ചെയ്യുന്നത് MySQL ഡാറ്റാബേസ് ആയിരിക്കുള്ളൂ. സോ ഈ SQL ഡാറ്റാബേസിലായിരിക്കും നമ്മൾ സേവ് ചെയ്യുന്നത് അങ്ങനത്തെ എന്താണെങ്കിലും. സോ നമ്മൾ വാച്ച് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ PHP എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ PHP കണക്ട് ചെയ്യും നമ്മുടെ SQL ഡാറ്റാബേസ്. അതിനെ നമ്മൾ പറയുന്നത് DB കണക്ട് എന്നാണ്. നമ്മൾ അതിനെപ്പറ്റി കൂടുതലും പഠിക്കും വരുന്ന സെക്ഷൻസിൽ. സോ നമ്മുടെ SQL ആയിട്ട് നമ്മളെ കണക്ട് ചെയ്തിട്ട് നമ്മുടെ SQLൻ്റെ അടുത്ത് പറയും, SQL എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ന്യൂസ് ഫീഡ്സ് വേണം. പറയണല്ല, ഒരു കൊറി ആയിരിക്കുമല്ലോ SQLൻ്റെ. സോ ഏകദേശം ചോദിച്ചു കഴിഞ്ഞാൽ അതേപോലെ നമ്മൾ SQLൻ്റെ അടുത്ത് നമ്മൾ പറയുകയാണ് PHP കോഡ് വഴി ന്യൂസ് ഫീഡ്സ് വേണമെന്ന് പറയും. അപ്പോൾ നമ്മുടെ SQL എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ന്യൂസ് ഫീഡ്സ് ഇല്ലെങ്കിൽ അതേപോലത്തെ ഡാറ്റാസ് ഇല്ലെങ്കിൽ ആ ഡാറ്റ നമുക്ക് കളക്ട് ചെയ്തിട്ട് PHPയിലേക്ക് തട്ടും. PHPയിലേക്ക് തട്ടിക്കഴിയുമ്പോൾ ഇറ്റ്സ് മോർ ലൈക്ക് കുറേ ഡാറ്റ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഒരു ഓർഡറായിട്ട് നമുക്ക് കീപ്പ് ചെയ്യണമല്ലോ. നിങ്ങൾ ന്യൂസ് ഫീഡ്സ് വരുമ്പോൾ വെറുതെ കുറേ ഡാറ്റ ഒന്നിച്ചൊന്ന് തന്ന് പോണതല്ലല്ലോ, പിന്നെ നിങ്ങൾ അതുമായിട്ട് ചിരകി നോക്കണതല്ലല്ലോ. നമ്മൾ എന്താ ചെയ്യണത്, നമുക്ക് ഒരു നല്ല ഡിസൈനിൽ ഒരു വെൽ മെയിൻറ്റെയിൻ ലെയറിലായിരിക്കും നമ്മുടെ ആ ന്യൂസ് ഫീഡ്സും ഇമേജസും കമൻസും ലൈക്ക് എന്തോരോന്നും ഇതൊക്കെ കാണുന്നത്. സോ PHP അതും കൂടെ മാനേജ് ചെയ്ത് എവിടൊക്കെ എന്തൊക്കെ പ്ലേസ് ചെയ്യണമെന്ന് പോലും മാനേജ് ചെയ്ത് തരും. എന്നിട്ട് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ അപ്പാച്ചി സെർവർ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസിലേക്ക് ഈ ഫുള്ളായിട്ട് റെൻഡർ ചെയ്ത് ഉണ്ടാക്കിയല്ലോ ആ പേജ് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് വരും. എല്ലാം നമുക്ക് ബയോ ഡയറക്റ്റില്ല, അങ്ങാടും കണക്ടിവിറ്റി ഉണ്ട്. സോ തിരിച്ച് നമുക്ക് തരും. സോ അങ്ങനെയാണ് നമ്മുടെ ഈ പേജസ് ക്രിയേറ്റ് ആവുന്നത്. നിങ്ങൾ ഏത് സാധനത്തിൽ ഉപയോഗിച്ചാലും ഏകദേശം ഇതേപോലെ ആയിരിക്കും നമ്മളുടെ ഒരു വെബ്സൈറ്റിൻ്റെ സെർവർ സൈഡിൽ നടക്കുക. സിമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് മാത്രമല്ല, ഇത് ജസ്റ്റ് ഒരു സിമ്പിളാണ് നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നമുക്ക് ഇനി അടുത്ത സെക്ഷനിൽ കാണാം.